ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 560 കൊറിയർ ചാർജ് അടക്കം 560 രൂപ വരുന്ന കുറച്ച് കോമ്പോസ് ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പോകളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോക്കകത്ത് വരുന്നത് 3 പ്ലാന്റ് ആണുള്ളത്. ഒന്ന് എഗ്ലോണിമ മെർലിൻ, നല്ലൊരു വെറൈറ്റിയാണ് എഗ്ലോണിമ മെർലിൻ എന്ന് പറയുന്നത്. മെർലിൻ്റെ ഒരു ബുഷി പ്ലാന്റ്. അടുത്തത് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് റൈസ് നാരോയുടെ ഒരു പ്ലാന്റ്. ഈ 3 പ്ലാന്റ്സാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോക്കകത്ത് വരുന്നത്. രണ്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോമ്പോയിൽ വൈറ്റ് ലക്കാച്ചി കുറേ നാളായിട്ട് നമുക്ക് കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. വൈറ്റ് ലക്കാച്ചിയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അത്. ഒരു മദർ പ്ലാന്റ്, നല്ല ബുഷി ആയിട്ടുള്ളൊരു മദർ പ്ലാന്റ് വൈറ്റ് ലക്കാച്ചി. കൂടെ വന്നേക്കുന്നത് ടൈഗർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. അത് 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ഡബിൾ ഷൂട്ട് വന്നിട്ടുള്ളൊരു ടൈഗർ റെഡിൻ്റെ പ്ലാന്റ്. ഈ 2 പ്ലാന്റാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോക്കകത്ത് വന്നിട്ടുള്ളത്. ഒറ്റ സെറ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ റെഡ് മെറൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ്. അടുത്തത് വരുന്നത് സ്റ്റാർ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു ബുഷി പ്ലാന്റാണ് സ്റ്റാർ പിങ്ക്. അടുത്തത് വരുന്നത് ലക്കാച്ചിയുടെ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. നാലാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ നാലാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത് 2 പ്ലാന്റാണ്. 2 പ്ലാന്റ്. ഒന്ന് വന്നിരിക്കുന്നത് പീച്ച് പനാമ, എഗ്ലോണിമ പീച്ച് പനാമയുടെ പ്ലാന്റാണ് കേട്ടോ. പീച്ച് പനാമ നല്ല ഡിമാൻഡാണ് ഇപ്പോഴും. പീച്ച് പനാമയ്ക്ക് മദർ പ്ലാന്റാണ്, അത് ബഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പീച്ച് പനാമയുടെ ഒരു മദർ പ്ലാന്റും കൂടെ വന്നേക്കുന്നത് ക്ലിയോപാട്രയുടെ ഒരു പ്ലാന്റുമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തെ കോമ്പോക്കകത്ത് പിങ്ക് സോഡിൻ്റെ നല്ലൊരു പ്ലാന്റ്. ഇത് വൈറ്റ് ലെഗസി നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. വൈറ്റ് ലെഗസിയുടെ നല്ലൊരു പ്ലാന്റ്. അടുത്തത് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. ഈ 3 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. ഒരുപാട് സൈസില്ല, മീഡിയം സൈസേ ഉള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചാൽ മതി. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതൊക്കെ ഇപ്പോഴും 300 രൂപ 350 രൂപയ്ക്കൊക്കെ പോണ പ്ലാന്റാണ് ഈ ലെഗസിയുടെ പ്ലാന്റൊക്കെ. ഇത് കണ്ടോ, ഈ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളത് നല്ല ബുഷി ആയിട്ടുള്ള നല്ലൊരു 3 പ്ലാന്റാണ് കേട്ടോ. ഇതാണ് അഞ്ചാമത്തെ കോമ്പോ. ആറാമത്തെ കോമ്പോക്കകത്ത് വരുന്നത് 2 മദർ പ്ലാന്റ്സ് ആണ്. ഒന്ന് വരുന്നത് വൈറ്റ് അഞ്ചുമാൻ്റെ പ്ലാന്റാണ്. ഇതിൽ ഒരു മദർ പ്ലാന്റ്, പിന്നെ 1 2 3 അങ്ങനെ ഷൂട്ടുകൾ 3-4 ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു മദർ പ്ലാന്റ്, ബഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ കൂടെ വരുന്നത് എമറാൾഡിൻ്റെ വലിയൊരു പ്ലാന്റാണ്. അതിലും 1-2 തൈകളൊക്കെ താഴ്ന്ന് വന്ന് തുടങ്ങിയിട്ടുള്ള മദർ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റാണ് നമ്മുടെ ആറാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഏഴാമത്തെ കോമ്പോയിൽ 3 പ്ലാന്റാണ്. ഒന്ന് വരുന്നത് പിങ്ക് ലെഗസിയുടെ നല്ലൊരു ബുഷി പ്ലാന്റ്, ഓറഞ്ച് ലിഫ്റ്റിക്കിൻ്റെ നല്ലൊരു പ്ലാന്റ്. അടുത്ത് വരുന്നത് മെർലിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ ഏഴാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. എട്ടാമത്തെ കോമ്പോ സാൻസിവീരിയ കോമ്പോയാണ്. നല്ലൊരു കോമ്പോ ഓഫറാണ് കേട്ടോ. ഒന്ന് സാൻസിവീരിയയുടെ ഈ ഒരു പാറ്റേൺ ആണ്. ഇത് കോമൺ അല്ല കേട്ടോ, നല്ല റയർ വെറൈറ്റിയാണ്, നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. അടുത്ത ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഗോൾഡിൻ്റെ തന്നെ ഇങ്ങനെ ഒരു പാറ്റേൺ. ഇതിൽ ഫുള്ളും ഇങ്ങനെ നിൽക്കും കരിമ്പച്ച. ഇതിൽ കണ്ടോ ഇങ്ങനെ സ്ക്രാച്ചായിട്ട് വരും, ആ ഒരു വെറൈറ്റിയാണ് ഇത്. ഈ ഒരു വെറൈറ്റിയുടെ മിനിയേച്ചറാണ് ഇത് കേട്ടോ. ഈ 4 പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോക്കകത്ത് സാൻസിവീരിയ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോമ്പോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അത് എടുത്ത് പറഞ്ഞോളൂ. അല്ലാത്തതൊക്കെ നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.